കുട്ടിത്താരങ്ങളുടെ സകല കലോത്സവത്തിന് 50 എപ്പിസോഡുകൾ. എന്റെ ഈ 50th എപ്പിസോഡിലെ ഈ പെർഫോമൻസ് എന്റെ കൂടെയുള്ള എന്റെ 2 ബെസ്റ്റീസിന് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യും. ആക്കുന്നതാണോ എന്ന് എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇത്ര എൻജോയ് ചെയ്തിട്ട് ഞാനൊരു പെർഫോമൻസ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് ദ ഫസ്റ്റ് ടൈം. എല്ലാ പ്രേക്ഷകർക്കും ഇമ്മിണി വലിയൊരു ഫാന്റെ 50th എപ്പിസോഡിലേക്ക് One, two, three, four. ये मोड़ी हमारी भैया, हाय मैं तो मर गई दया, वो दे गया हमका हिक्की 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 पगला, ऐसा कर डाले कि सैया, नाचे है ताता थैया, नाचे है जैसे हिप्पी 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 हिप्पी। तो सैया तेरा ट्रिपी, ओ सैया तेरा ट्रिपी ट्रिपी। Báilame como si fuera la última vez y enséñame ese pasito que no sé, un besito bien suavecito, bebé, taqui taqui. What a way to start the 50th episode. Exactly. Awesome. Thank you. കിട്ടുവായിരുന്നു. സൂപ്പർ. Thank you so അടിപൊളി much. പെർഫോമൻസ് ആയിരുന്നു കേട്ടാ. എന്തായാലും എന്റെ അമ്മാവന്റെ മോള് എന്നെ നിരാശപ്പെടുത്തില്ല. പ്രൊമോഷൻ അങ്ങനെയൊന്നും നിരാശപ്പെടുത്തില്ല. ഒരു കാര്യത്തിൽ നിരാശപ്പെടുത്തില്ല. അത്രേ ഉള്ളൂ അമ്മാവന്റെ മോളെ. എന്തായാലും ചുമ്മാ മാസ് അടിപൊളി. താങ്ക് യു. അടിപൊളി കിടിലൻ. കളിച്ചാ. 50th എപ്പിസോഡിൽ നിൽക്കുകയാണ് നമ്മൾ. എന്ത് തോന്നുന്നു? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇത്രയും നല്ലൊരു ഷോയുടെ പാട്ടാവാൻ സാധിച്ചതിന് ഒരുപാട് സന്തോഷം. ആൻഡ് ഇന്ന് നമ്മൾ 50th എപ്പിസോഡ് സെലിബ്രേറ്റ് ചെയ്യാണ്. സോ എല്ലാം കൊണ്ടും ഭയങ്കര സ്പെഷ്യലാണ്, ഭയങ്കര ഹാപ്പിയാണ്. സൗഭാഗ്യ ചേച്ചി
എൻ്റെ ഒരു ഫസ്റ്റ് ടൈമാണ് ഒരു റിയാലിറ്റി ഷോൻ്റെ പാർട്ടാവുന്നത്. സോ എൻ്റെ ആ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് വാസ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയാം. ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. ആൻഡ് ലേറ്റായിട്ട് വന്നാലും റിംഷയും പരിചയപ്പെടാൻ പറ്റി, സന്തോഷം. താങ്ക് യു. ഓൾ ടുഗെദർ വി ഹാവ് എ വെരി ഗ്രേറ്റ് ടൈം ഹിയർ. താങ്ക് യു ചേച്ചി. വിവേകേട്ടാ, എന്താ പറയുന്നത്, ഭയങ്കര സന്തോഷമുണ്ട് ഈ ഒരു ഇമ്മിണി വലിയൊരു ഫാൻ്റെ ഒരു പാർട്ടാവാൻ കഴിഞ്ഞാൽ. അതിന് ആദ്യമായിട്ട് അമൃത ടി വിയോട് നന്ദി പറയുന്നു. പിന്നെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സീറ്റിൽ എനിക്ക് ഇരിക്കാൻ പറ്റുമെന്നും ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നും എൻ്റെ മനസ്സിൽ പോലും ഇല്ലാത്ത സംഭവങ്ങളാണ് സംഭവിച്ചത്. അതിന് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയേണ്ടത് എൻ്റെ കൂടെ ഈ പോകുന്ന യാത്രയിൽ ഈ ജീപ്പിൽ എൻ്റെ കൂടെ ഉള്ള 2 പേരെടുത്താണ് താങ്ക്സ് പറയേണ്ടത്. അവർ ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു സപ്പോർട്ടും ഈ ഒരു എന്താ പറയുക ഒരു കോൺഫിഡൻസും ഒക്കെ ഉള്ളത്. അപ്പം എൻ്റെ ഹാർട്ട് സൈഡിലിരിക്കുന്ന 2 പേര്, താങ്ക് യു. 50th എപ്പിസോഡിൽ നമ്മുടെ കുട്ടിത്താരങ്ങളുടെ പെർഫോമൻസ് ഒന്നും ഇല്ല, ബട്ട് അതിന് പകരം നമ്മുടെ ജഡ്ജസിന്റെ പെർഫോമൻസ് ആയാലോ, ചോദിച്ചു നോക്കാം. വിവേകേട്ടാ, ഓക്കെ ഓക്കെ ഓക്കെ, ആരാണ് ആദ്യം പെർഫോം ചെയ്യാൻ പോകുന്നത്? സ്റ്റാർട്ടിങ് ഫ്രം ദ ലെഫ്റ്റ്. സൗഭാഗ്യ ചേച്ചി. Nimda Zinganim Simba Simba Repose. Raha kiliki pipi filifi jivla kroiki unodu nomu o chao damba damba bugo kiliki baha kiliki raha kiliki pipi filifi jivla kroiki unodu nomu o chao damba damba bugo kiliki tire hufu min le bahas nudu min ta pashte daru min kle kili ke brudu zaba baha baza baha muwa mruksa baha baha kimaro maro maro kimaro maro maro kimaro kili ki maro 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 kili ki kimaro maro maro kimaro maro maro kimaro kili ki maro 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 kili ki സൗഭാഗ്യ ചേച്ചി, എനിക്ക് ഡാൻസ് കണ്ട് മതിയായില്ല, സത്യം പറഞ്ഞ അത്രയും അടിപൊളിയായിരുന്നു. താങ്ക് യു താങ്ക് യു. മരണം മാസ് പെർഫോമൻസ് ആയിരുന്നു. ആണോ? താങ്ക് യു ഡാർലിംഗ്. അല്ലേ? നമ്മൾ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ആയിട്ടോ. താങ്ക് യു സോ മച്ച്. വിവേകേട്ടൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നു ഞങ്ങൾ അവിടുന്ന് തുള്ളിക്കൊണ്ട്. ആണോ? മറ്റേ ആ സ്റ്റെപ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൊറിയോഗ്രാഫറിന്റെ മിടുക്കാണ്. അടിപൊളി, ഗുഡ് കൊറിയോഗ്രാഫി, സൂപ്പർ. താങ്ക് യു. ഞാൻ ഒരുമാതിരി ചെറിയ പാച്ചിലൊക്കെ പറയുന്ന പോലെ കമന്റ്സ്. നല്ല നല്ല മാർക്കൊക്കെ ഇടണേ ജഡ്ജസ്. തീർച്ചയായും ഉറപ്പായിട്ടും ഇടും. ഓക്കെ, ജോക്സ് അപ്പാർട്ട്, ഞാൻ സീരിയസ്ലി എൻ്റെ ഈ 50th എപ്പിസോഡിലെ ഈ പെർഫോമൻസ് എൻ്റെ കൂടെയുള്ള എൻ്റെ 2 ബെസ്റ്റീസിന് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ബിക്കോസ് ഈ 50 ഡേയ്സും ഞാൻ ഇവരുടെ കൂടെ ഒരു നല്ല ഒരു ടൈമാണ് ഞാൻ സ്പെൻഡ് ചെയ്തത്. എനിക്ക് ഈ ഫാമിലിയിൽ വന്നിട്ട് എനിക്ക് 2
ഭയങ്കര ജെന്യൂൻ ആയിട്ട് 2 ഫ്രണ്ട്സ് എനിക്ക് കിട്ടി. ആൻഡ് റിംഷ ഒരുപാട് സന്തോഷം ഈ ഒരു സ്പെഷ്യൽ ഒക്കേഷനിൽ പുതിയൊരു ഗസ്റ്റിനും കൂടെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഗസ്റ്റ് അല്ല, ലൈക്ക് ഞാനാണ് ഹാപ്പി ആവേണ്ടത് ശരിക്കും പറഞ്ഞാൽ. താങ്ക് യു ആൻഡ് വെൽക്കം ടു ദ ഷോ. ആൻഡ് ഈ ഷോവിൻ്റെ എല്ലാ ആൾക്കാരോടും എൻ്റെ സന്തോഷം എനിക്ക് പറയാനുണ്ട്. എന്നെ ഈ ഷോവിൻ്റെ ഒരു പാർട്ടാക്കിയതിനും ഞാൻ അത്രയും സന്തോഷിച്ചിട്ടുണ്ട്. ഈ ഒരു ഫാമിലിയിൽ വന്നതിന് ശേഷം ഓരോ എപ്പിസോഡും ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഞാൻ നോക്കിക്കൊണ്ടുകൊണ്ടിരുന്നത്. ആൻഡ് ഇവിടുത്തെ കുട്ടികളെല്ലാവരും ബ്രില്യൻ്റ് ആണ്. എല്ലാവരും ബ്രില്യൻ്റ് ആണെന്ന് പറഞ്ഞാൽ അവരുടെ പേരൻസിനായിട്ടാണ് എനിക്ക് താങ്ക്സ് പറയാനുള്ളത്. അവർക്ക് ഇങ്ങനെ ഒരു വേദിയിൽ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നതിന്. സോ ഐ എം സോ താങ്ക്ഫുൾ ടു ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു ആൻഡ് സ്പെഷ്യലി മൈ ലവ് ടു മൈ ബെസ്റ്റീസ്. താങ്ക് യു സോ മച്ച്. We love you. Hey mama, you wanna hate me? 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 പിന്നെ ആക്കുന്നതാണോ എന്ന് എനിക്ക് ഡൗട്ട്. സീരിയസ് ആയിട്ട് ഫസ്റ്റ് ടൈമാണ് ഇത്ര എൻജോയ് ചെയ്തിട്ട് ഞാനൊരു പെർഫോമൻസ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് ദ ഫസ്റ്റ് ടൈം. വെൽക്കം ബാക്ക് ടു ഇമ്മണി വലിയൊരു ഫാൻ. വിവേകേട്ടാ, അടുത്തത് വിവേകേട്ടന്റെ പെർഫോമൻസ് ആയാലോ? ഡൺ. അപ്പൊ സ്വാഗതം ചെയ്യാം മിനി സ്ക്രീൻ സൽമാൻ ഖാൻ എന്നറിയപ്പെടുന്ന വിവേക് ഗോപൻ. അങ്ങനെ രമണൻ ഗോദായിലേക്ക് ഇറങ്ങുകയാണ്. கொய்யால நீ கேளு நான் ராஜா எப்போதும் நான் ராஜா தொட்டா நீ பொறி தாண்டா சுட்டா எரிமலை தாண்டா நொடியில் இடி பேண்டா வாடா சுத்தும் பூமியை மாத்தி சட்ட காலரை ஏத்தி வந்தா சாத்தி போடா. Hey mama, you wanna hate me? 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 Na raja எங்கேயும் நான் ராஜா எப்போதும் நான் ராஜா. You can call me a Raja, 'cause I'm king of the whole world. You can call me a Raja, not a yard. I'm a villain, not a hero. I'm a 10, not a 0. I'm the only one that's ready for a fight and I will kill. Tell me if you're ready or not. Let's start, 'cause I'm about to take it to the top. Like what? വിവേകേട്ടാ, എന്തൊരു എനർജി ആയിരുന്നു. താങ്ക് യു, താങ്ക് യു. പവർഫുൾ പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. സത്യം. വിവേകേട്ട പറ്റിയ പാട്ടും അതെ. പറ്റിയ സ്റ്റെപ്സും എനിക്ക് ചുമ്മാ കിടുക്കി കളഞ്ഞു. ചുമ്മാ രാജാ പോലെ ഇതിനെ ആക്കുന്നതാണോ എന്ന് എനിക്ക് ഡൗട്ട്. സീരിയസ് ആയിട്ട് എന്താ മാമന്റെ മോളുടെ അഭിപ്രായം എന്താണ്? മാമന്റെ മോളെ ഹീറോയിക് ആയിരുന്നു, ഫുൾ ഹീറോയിക് ആയിരുന്നു. താങ്ക് യു. ആ പാട്ടിലെ പോലെ തന്നെ രാജ. വിവേകേട്ടാ, 50th എപ്പിസോഡ് ഇതുവരെയുള്ള ജേണി എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര സന്തോഷമുണ്ട്. കാരണം പറഞ്ഞാൽ ഫസ്റ്റ് എപ്പിസോഡിൽ ഫസ്റ്റ് ഇതുപോലെ ഒരു ഡാൻസിൻ്റെ പെർഫോമൻസുമായിട്ടാണ് ഞാനിതിൽ എൻ്റർ ആവുന്നതും. പിന്നെ അതിനുശേഷം ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ട് ഒരുപാട് രസകരമായ സംഭവങ്ങൾ സംഭവിച്ചു. അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് അമൃത ടി വിക്കും, നമ്മുടെ പ്രൊഡ്യൂസർ അനുരൂപ് ഏട്ടനും, പിന്നെ അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് പ്രൊഡ്യൂസർ മനു, ഇവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്, നന്ദിയുണ്ട്. കാരണം എന്താ പറയുക, ഇതുപോലുള്ള 2 ബ്യൂട്ടിഫുൾ ലേഡീസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഹൃദയഭാഗത്ത് ആ സൈഡിൽ 2 ബ്യൂട്ടിഫുൾ ലേഡീസ് ഉണ്ട്. ഇല്ലെങ്കിൽ ഇതുപോലുള്ള എനിക്ക് അവിടെ നിന്ന് ഒറ്റയ്ക്ക് ഞാൻ ഇതേപോലെ പെർഫോം ചെയ്യാൻ എനിക്ക് പറ്റില്ല.
ഇവർ രണ്ടുപേരും ഉള്ളതുകൊണ്ടും ഇവർ രണ്ടുപേരും ഓരോ കമൻസിനും എനിക്ക് ഞാൻ പറയുന്ന ഓരോ കമൻസിനും അവർ സപ്പോർട്ട് ചെയ്ത് ഓരോ എന്താ പറയുക നമുക്കൊരു മോട്ടിവേഷൻ പോലെ അവർ നമ്മുടെ സൈഡിലുള്ളതുകൊണ്ട് മാത്രമാണ് ഇതുവരെ എനിക്ക് സക്സസ്ഫുൾ ആയിട്ട് പോകാൻ പറ്റും. ഈ 50ാമത്തെ എപ്പിസോഡ് വരെ വന്ന് നിൽക്കുന്നതും സക്സസ്ഫുള്ളായി നിൽക്കുന്നതും എല്ലാം എന്താ പറയുക നമ്മുടെ എല്ലാ ഒരു പുരുഷൻ്റെ പുറകിലും ഒരു സ്ത്രീജനം ഉണ്ടെന്ന് പറയുന്ന പോലെ എൻ്റെയും രണ്ട് സൈഡിലിതാ നമ്മുടെ വേണ്ടപ്പെട്ട രണ്ട് സ്വീറ്റ് ഹാർട്ട്സ് അവരുള്ളതുകൊണ്ട് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് ഈ ഷോ പോകുന്നു. എനിക്കും ഒരുപാട് സന്തോഷം. അതുപോലെ ഇപ്പോൾ നമ്മൾ പുതിയൊരു ന്യൂ കമ്മർ വന്നു, എൻ്റെ മാമൻ്റെ മോളാണ്. ഇവിടെ ഇറങ്ങുമ്പോഴേക്കും മാമന്റെ മോളെ റിംഷയുടെയും എന്താ പറയുക അടിപൊളി ആങ്കറിങ്ങിൻ്റെ ആ ഒരു ഫീൽ കൊണ്ട് നമുക്ക് എന്താ പറയുക ഒരു ബോറടി ഇല്ലാതെ ഈ ഷോ ഭയങ്കര രസകരമായിട്ട് മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഒരുപാട് കുട്ടിത്താരങ്ങളുടെ പെർഫോമൻസ് കണ്ട് നമ്മൾ ഭയങ്കര രസിച്ച് ഈ ഷോ 50th എപ്പിസോഡ് വരെയായി. ഇനിയും ഒരുപാട് മുമ്പോട്ട് പോകും. നമ്മളിതുപോലെ തന്നെ രസിച്ച് അവിടെ ഇരുന്ന് നമ്മൾ അടിച്ചു പൊളിക്കും. വെൽക്കം ബാക്ക് ടു ഇമ്മണി വലിയൊരു ഫാൻ. നമ്മുടെ ജഡ്ജസിലെ 2 പേരുടെ പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ളത് അമ്മു റെഡി അല്ലേ? അപ്പൊ സ്വാഗതം ചെയ്യാം ബിഗ് സ്ക്രീൻ ക്യൂട്ട് സ്റ്റാറായ മാളവിക നായർ.
എന്തോ അമ്മൂടെ ലുക്കിൽ ഞാൻ ഇങ്ങനെ അലിഞ്ഞിരിക്കുന്നു സത്യം പറഞ്ഞ ഫുൾ സത്യം. റോക്ക് Thank you so much. ക്യൂട്ടായിരുന്നു Thank you, അത്രയും ക്യൂട്ടായിരുന്നു എനിക്ക് എത്ര ക്യൂട്ട് പറഞ്ഞാലും മതിയാവുന്നില്ല അത്രയും താങ്ക് യു രക്ഷ, താങ്ക് യു സോ മച്ച്. സത്യം നമ്മൾ ഈ സോങ് ഇറങ്ങിയപ്പം യൂട്യൂബിൽ ഇതിന്റെ കുറെ ഡാൻസ് കവേഴ്സ് ഒക്കെ ഇറങ്ങിയല്ലോ. ഇത്രയും ക്യൂട്ടായിട്ടൊരു പെർഫോമൻസ് അമ്മുവിന്റെ ആണ് കേട്ടോ. കിടിലമായിരുന്നു. താങ്ക് യു സോ മച്ച്. മാത്രമല്ല ഫുൾ നല്ല ഉഗ്ര ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. സത്യം സത്യം. എന്തായാലും അമ്മു അടിപൊളിയായിരുന്നു കേട്ടോ. കിടിലനായിരുന്നു. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ ഒരു IBF എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു ഷോ എൻ്റെ കരിയർ തുടങ്ങിയിട്ട് ഇത്രയും കാലമായിട്ട് ഫസ്റ്റ് ടൈമാണ് ഇത്ര എൻജോയ് ചെയ്തിട്ട് ഞാനൊരു പെർഫോമൻസ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് ദ ഫസ്റ്റ് ടൈം. ആൻഡ് അത് ഈ ഒരു ഷോൻ്റെ ഒരു ക്രൂവിൻ്റെയും എസ്പെഷ്യലി നിങ്ങൾ രണ്ടുപേരുടെയും ഒപ്പം റഷ്യയുടെയും സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ്. ബിക്കോസ് എത്ര കാലം കഴിഞ്ഞാലും ഈ ഷോ കഴിഞ്ഞാലും ഈ ഒരു ബോണ്ട് അത് എന്തായാലും തുടർന്ന് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ബിക്കോസ് യു ബോത്ത് ആർ ദ ബെസ്റ്റ് തിങ് ദാറ്റ് ഹാപ്പൻഡ് ആഫ്റ്റർ ദ ഷോ. സോ ഒരുപാട് സന്തോഷമുണ്ട്. 50th എപ്പിസോഡാണ്. ഇനിയും കുറേ എപ്പിസോഡ് നിങ്ങൾ എൻ്റർടൈൻ ചെയ്യാൻ ഞങ്ങളുണ്ടാവും. സോ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഞങ്ങൾ ഇത്രയധികം ആക്സെപ്റ്റ് ചെയ്യുന്നതിനും ഞങ്ങളുടെ ഫാൻസിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതിലും. എസ്പെഷ്യലി മറക്കാൻ പാടില്ലാത്ത കാര്യമാണ്. വെരി ബിഗ് താങ്ക് യു ടു അവർ പ്രൊഡ്യൂസർ ആൻഡ് ദ ഹോൾ ക്രൂ, അൻഡ്രൂബേട്ടൻ ആൻഡ് എവ്രി വൺ ഔട്ട് ഹിയർ. താങ്ക് യു സോ മച്ച്. അപ്പൊ ചേട്ടനും ചേച്ചിമാരെ നമ്മുടെ 50th എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ഞാനത് നമ്മളെ റിംഷിയുടെ ഡാൻസ് വെച്ചിട്ട് നമ്മൾ ഇൻട്രോ സ്റ്റാർട്ട് ചെയ്തു. അതെ, വാട്ട് എ വേ ടു സ്റ്റാർട്ട് 50th. കിടിലനായിരുന്നു. അതൊരു ഗുഡ് സ്റ്റാർട്ട് ആയിരുന്നു. അതിന്റെ വൈബ് തന്നെയായിരുന്നു നമുക്ക് എല്ലാവർക്കും കിട്ടിയത്. സത്യം അടിപൊളി. IBS വന്നിട്ട് ഇത്രയും എൻജോയ് ചെയ്തൊരു എപ്പിസോഡ് ഇതായിരിക്കും അല്ലേ? നമ്മളിങ്ങനെ മതി മറന്ന് കിടിലനായിട്ടിരുന്നത്. എനിക്ക് വന്നപ്പോൾ തൊട്ട് ഫുൾ എന്താ പറയുക, ഫുൾ മെമ്മറീസ്, ഓസം എക്സ്പീരിയൻസ് ആണ് ഇവിടെ. സോ ഈച്ച് ആൻഡ് എവറി ഡേ ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ ഫൺ. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇതിനും നല്ല തകർപ്പൻ പെർഫോമൻസുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതായിരിക്കും. ടിൽ ദെൻ ദിസ് ഇസ് റിംഷ സൈനിങ് ഓഫ് ഫ്രം ഇമ്മണി വലിയൊരു ഫാൻ. Fashion partner for Vivek Gopan, Malavika Nair and Rimsha, Central Mall, Trivandrum. Accessories courtesy for Malavika Nair and Rimsha, Alfonsa.